ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ നിന്ന് ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. അധികം വൈകാതെ തന്നെ കോടതിയിൽ എത്തിച്ചേരും. അതിന് മുൻപായി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അതിനിടയിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ജയിലിന് പുറത്തും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം ആശുപത്രി പരിസരത്തും കോടതി പരിസരത്തും അടക്കം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരും. ലിജോ, രാഹുലിനെ കോടതിയിൽ എത്തിച്ചോ? എവിടെയാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നത്? ബലാത്സംഗ കേസിൽ റിമാൻഡിലായിരുന്ന രാഹുലിനെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് എത്തിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ താലൂക്ക് ആശുപത്രിക്ക് അകത്തേക്ക് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്തുന്നത്. കോടതിയിൽ നിന്നും ഏകദേശം ഒരു 200-250 മീറ്റർ മാറിയാണ് ഈ താലൂക്ക് ആശുപത്രി ഉള്ളത്. അവിടേക്ക് രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചു എന്നറിഞ്ഞതോടുകൂടെ ഈ പ്രതിഷേധക്കാരെല്ലാം ഇവിടേക്ക് എത്തുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു വശത്ത്, മറുവശത്ത് BJP യുവമോർച്ച പ്രവർത്തകർ. നമ്മൾ കാണുന്നത് പോലെ തന്നെ യുവമോർച്ച BJP പ്രവർത്തകരുടെ കയ്യിൽ ഒരു ട്രോഫിയുണ്ട്. നമ്പർ 1 കോഴി എന്നുള്ള ഒരു ട്രോഫിയിൽ രാഹുലിന്റെ ചിത്രം ഉൾപ്പെടെ പതിപ്പിച്ച ഒരു ട്രോഫിയാണുള്ളത്. അത് രാഹുലിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ആകട്ടെ ഇന്നും പൊതിച്ചോർ കൈമാറും, മാത്രമല്ല രാഹുലിനെ തടയുമെന്നുള്ള ഒരു കാര്യമാണ് അവരും പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു പോലീസ് സന്നാഹത്തെ കോടതിക്ക് മുന്നിലും ഒരുക്കിയിട്ടുള്ളത്. എന്താണ് കാര്യം? ഈ പുറത്തേക്ക് വാഹനം ഈ വഴി തന്നെയായിരിക്കും. കാര്യം ബസ്സാണ്. ബസ്സിന് ഇതുവഴി മാത്രമേ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബസ് എത്തുന്ന സമയത്ത് പ്രതിഷേധക്കാർ അതിനെ തടയുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഈ കോടതിക്ക് സമീപത്തായി വീണ്ടും ഇതുപോലെ ഏകദേശം 50-ലധികം പ്രവർത്തകർ, വിവിധ പാർട്ടികളുടെ 50-ലധികം പ്രവർത്തകർ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ കൂടി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ വരും. എന്തായാലും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാകുന്ന സമയത്ത് ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണുള്ളത്. ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചീമുട്ടയെറിഞ്ഞൊക്കെ പ്രതിഷേധിച്ചോ അവിടെ രാഹുൽ വന്നപ്പോൾ? കടക്കുകയും ചെയ്തിട്ടുണ്ട്. ലിജോ കേൾക്കാമോ? ചീമുട്ടയെറിഞ്ഞൊക്കെ പ്രതിഷേധിച്ചോ ഡിവൈഎഫ്ഐ പ്രവർത്തകർ? അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. അതായത് മാവേലിക്കര കോടതിയിൽ നിന്നും ഇറക്കുന്ന സമയത്ത് അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി എന്നുള്ള കാര്യമാണ് ആലപ്പുഴ റിപ്പോർട്ടർ ഫൈസലിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടുതൽ വിവരം ഫൈസലിനായിരിക്കും അറിയാൻ കഴിയുക. എന്തായാലും വലിയ രീതിയിൽ ഇവർ പറയുന്നത് അത് തന്നെ, എവിടെയൊക്കെയാണോ രാഹുൽ പോകുന്നത് ആ ഭാഗത്തെല്ലാം ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ വരികയും, അതായത് രാഹുലിനെ ഹാജരാക്കിയത് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അതൊന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ, കാര്യം ആരോഗ്യപരമായി ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റഡിയിലേക്ക് ഒരു പ്രതിയെ നൽകാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വൈദ്യപരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ അത് BP മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന കാര്യം മാത്രമാണ്. ചോദ്യം അതായത് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കണമെന്നത് കോടതിയുടെ ആവശ്യം തന്നെയായിരുന്നില്ലേ? കോടതി നിർദ്ദേശിച്ച പ്രകാരമല്ലേ ഇന്നിപ്പോൾ കൊണ്ടുവരുന്നത്? അതെ, അത് തന്നെയാണ് കാര്യം. ഈ ഇത്തരത്തിൽ ഒരു വലിയ കാര്യം, ഈ പ്രവർത്തകർ പലരും അവിടെ കോടതിയുടെ സമീപത്തൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പല സ്ഥലത്ത് മാറി നിന്നതിന് ശേഷം ഇത്തരത്തിൽ രാഹുലിന്റെ വാഹനം എത്തുന്നു എന്നറിഞ്ഞതോടുകൂടെ ഒരുമിച്ച് ഒരിടത്തേക്ക് തടിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത് തന്നെയാണ് പോലീസിന് പെട്ടെന്ന് അത് നേരത്തെ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയതിന്റെ ഒരു പ്രധാന കാരണവും. അതോടുകൂടെ പോലീസ് ഇവിടേക്ക് വരികയും പ്രവർത്തകരെ അകത്തേക്ക് കടന്നു പോകാത്ത രീതിയിലൊന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ നിന്നും ഒരു 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ അത് സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിലേക്ക് എത്തുന്നു. സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ രണ്ടാമത്തെ നിലയിലാണ് ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തിക്കുന്നത്. ആ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുക. കോടതിയുടെ, അതായത് ആ പടിക്കെട്ടുകളിൽ ഉൾപ്പെടെ ഇവർക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണ കോടതി സമുച്ചയമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു കാര്യമുണ്ടാകില്ല, കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെ പക്ഷേ അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയിൽ പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം നിരവധി ആളുകളാണ് ദൈനംദിനം പല ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പോലീസിന് എത്തരത്തിലാണ് രാഹുലിനെ സുരക്ഷിതമായി കോടതിക്കുള്ളിലേക്ക് എത്തിക്കാൻ കഴിയുക? കാര്യം കോടതിക്ക് അടുത്തേക്ക് പ്രതിഷേധക്കാർക്ക് എത്താൻ കഴിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ വലിയ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ പടിക്കെട്ട് 2 നില കയറി വേണം രാഹുലിനെ മുകളിലേക്ക് എത്തിക്കാൻ. അവിടെ വെച്ച് ഇവരെ തടഞ്ഞു നിർത്താൻ പോലീസിന് കഴിയുമോ എന്നുള്ളതാണ് ഒരു പ്രധാന വെല്ലുവിളി.
ശരി, എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് ക്രൈംബ്രാഞ്ച്? ഈ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ച് ആദ്യം 7 ദിവസത്തേക്ക് നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 5 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇതാണ്. ഈ അന്വേഷണത്തോട് ആദ്യം കസ്റ്റഡിയിലെടുത്ത സമയത്ത് അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് നടത്തിയ ചോദ്യം ചെയ്യലിനോട് രാഹുൽ കൃത്യമായി സഹകരിച്ചിട്ടില്ല. വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഇലക്ട്രോണിക് വിവരങ്ങൾ ഉൾപ്പെടെ അതിന്റെ ആ പാസ്വേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറാത്തതും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കണം. ഈ കേസിൽ നിലവിൽ തെളിവെടുപ്പൊന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ 5 ദിവസം വേണമെന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും 5 ദിവസം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പക്ഷേ മിനിമം ഒരു 2 ദിവസമെങ്കിലും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. യെസ് ലിജോ, ഈ തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ പരാതിക്കാരി പറഞ്ഞ ഹോട്ടൽ റൂമിൽ ഉൾപ്പെടെ എത്തിച്ചായിരിക്കില്ലേ തെളിവെടുപ്പിന് നടത്തേണ്ടി വരിക? എങ്ങനെയായിരിക്കും ഇനി കസ്റ്റഡിയിൽ വിട്ടിട്ടിക്കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു നടപടികളും നീക്കങ്ങളും ഒക്കെ? സ്വാഭാവികമായിട്ടും ആ തെളിവെടുപ്പ് നടത്തേണ്ടുന്ന ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലയിലുള്ള ആ സ്വകാര്യ ഹോട്ടൽ തന്നെയാണ്. ഈ പരാതിക്കാസ്പദമായ ഈ കേസിനാസ്പദമായ ക്രൈം നടക്കുന്നത് അവിടെയാണ്. അവിടേക്ക് രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ ഒരു തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളത്. എത്ര ദിവസം കസ്റ്റഡിയിലേക്ക് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തെളിവെടുപ്പ് കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു തീരുമാനമെടുക്കുക.